ഖിയാമത്ത് നാളിന്റെ വേറൊരു അടയാളം വേറെ ഹദീസിൽ റസൂൽ പറഞ്ഞിട്ടുണ്ട്. മഹ്ദി ഇമാം വരും. മഹ്ദി ഇമാം ഒരു ആലിമിനെ പോയി കൊല്ലും. ആ ആലിമ മദീനത്തെ ആലിമായിരിക്കും. പണ്ഡിതനെ പോയിട്ട് മഹ്ദി ഇമാം കൊല്ലും. കാരണം തോന്നിയാസങ്ങൾക്കൊക്കെ കരുനിൽക്കുന്ന പണ്ഡിതനായിരിക്കും. ഭൂമിയിൽ വന്നിട്ട് പല സംഗതികളും വീഴാൻ തുടങ്ങും ആകാശത്തിൽ നിന്ന്. അതൊരു പക്ഷേ ഗ്രഹങ്ങളായിരിക്കാം, ഉപഗ്രഹങ്ങളായിരിക്കാം. അത് സയൻസും അംഗീകരിക്കുന്നുണ്ട്. സയൻസ് പറയുന്നുണ്ട് പല വാൽനക്ഷത്രങ്ങളും ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു വാൽനക്ഷത്രം ഭൂമിയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഉദിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അത്രേ ഭൂമിയുടെ നേരെ. അതെങ്ങാനും ഭൂമിയിൽ വന്ന് മുട്ടിയാൽ ഭൂമിക്ക് പിന്നെ അതിന്റെ തകർച്ചയ്ക്ക് വേറെ കാരണമൊന്നും വേണ്ടിവരില്ല, സ്വയം മരിക്കൊന്നും വേണ്ടിവരില്ല, അങ്ങനെ തന്നെ മരിക്കുന്നതാണ് ശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് അമേരിക്കയിൽ ഇപ്പൊ നടക്കുന്ന ഗവേഷണം അതിന്റെ റൂട്ട് തിരിച്ചുവിടാൻ കഴിയുമെന്നുള്ള ഗവേഷണമാണ്. നമ്മൾ റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ അതിന്റെ റൂട്ട് ചിലപ്പോൾ കഴിഞ്ഞേക്കും. മനുഷ്യൻ അത്ര വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. മനുഷ്യൻ അത്ഭുതകരമായ ബുദ്ധിയുടെ ഉടമയാണ്. കമ്പ്യൂട്ടർ മതി മനുഷ്യ ബുദ്ധിക്ക് തെളിവായിട്ട്. കൂറ്റൻ കെട്ടിടങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങും. അല്ലാഹുവിന്റെ റസൂൽ ഖിയാമത്ത് നാളിന്റെ മറ്റൊരടയാളം പറഞ്ഞിരിക്കുകയാണ്. ന്യൂയോർക്കിലൊക്കെ ഒരു കെട്ടിടത്തിന്റെ തട്ടുകളുടെ എണ്ണം കേട്ട എന്റെ സഹോദരന്മാരെ ബോധം കെട്ട് വീണു. അമേരിക്കയിലൊക്കെ ന്യൂയോർക്ക് പട്ടണത്തിൽ അമ്പിച്ച ഉയർച്ച, ആകാശം മുട്ടുന്ന പോലെ ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾ, കൂറ്റൻ കെട്ടിടങ്ങൾ ഉയർന്നു വരും. പെട്ടെന്നായിരിക്കും അത് സംഭവിക്കുക. പിന്നെ സമയത്തിന് വേഗത വർദ്ധിക്കും. സമയം പെട്ടെന്ന് പോണ മാതിരി തോന്നും. എത്ര കറക്റ്റായ ഖിയാമത്ത് നാളിന്റെ അടയാളം. എന്താ ഇപ്പൊ സ്ഥിതി? നേരം വെളുക്കണേ വൈകുന്നേരമാണ്, നേരം വെളുക്കണേ വൈകുന്നേരമാണ്. സമയം വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ എണ്ണി പറയുകയാണ്, കൊല്ലങ്ങൾ ഒരു മാസത്തെ പോലെ തോന്നും, ഒരു മാസം ഒരാഴ്ചയെ പോലെ തോന്നും, ഒരാഴ്ച ഒരു ദിവസത്തെ പോലെയാകും, ഒരു ദിവസം ഒരു മണിക്കൂർ പോലെയാകും, ഒരു മണിക്കൂറാകട്ടെ ഒരു തീപ്പൊരി പോലെയാകും. ഒരു തീപ്പൊരി കണ്ട് പോണ മാതിരി ഒരു മണിക്കൂർ. ഒരു ദിവസം ഒരു മണിക്കൂർ പോലെയാകും, ഒരു മണിക്കൂറാകട്ടെ ഒരു തീപ്പൊരി പോലെയാകും. ഒരു തീപ്പൊരി കണ്ട് പോണ മാതിരി ഒരു മണിക്കൂർ. അത്ര ഉള്ള ഒന്ന് സ്ഥിതി. സമയത്തിന്റെ വേഗത വളരെ കൂടുതലായി തീരും. അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. റിവേഴ്സ് ഗിയറിൽ വരുന്നാണ് ശാസ്ത്രം ഇതിനെക്കുറിച്ച് പറയണത്. ശാസ്ത്രം അംഗീകരിക്കുന്നുണ്ട് ഈ സമയം കുറയുന്നുള്ള സംഗതി. ശാസ്ത്രം അംഗീകരിക്കുന്നുണ്ട് റസൂലുള്ളാഹിന്റെ ഈ പ്രവചനം. അവര് പറയണത് നേരത്തെ സമയം കുറവായിരുന്നത്രേ. ഭൂമിയൊക്കെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട കാലത്ത് സമയം ഇന്നത്തെ നില വളരെ കുറവായിരുന്നു. അങ്ങോട്ട് തിരിച്ചു പോകും, റിവേഴ്സ് ഗിയർ. അതേമാതിരി സമയക്കുറവ് പിന്നെയും ലോകത്തിന് അനുഭവപ്പെടുമെന്ന് ശാസ്ത്രം പറയുന്നു. സ്ത്രീകളുടെ ജനസംഖ്യ വർദ്ധിക്കും. മറ്റൊന്ന്, മഴയുടെ ക്രമം തെറ്റും. മഴ പെയ്യുന്നതിന്റെ ക്രമം തെറ്റുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിയല്ലേ സഹോദര? നമ്മളെ കേരളത്തിലടക്കം തെറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ വർഷത്തെ തെറ്റി. മഴ ഓർഡറിലല്ല. അപ്പോ മഴ പല സമയത്താണ്. തീരെ പെയ്യാത്ത സമയത്ത് പെയ്യാണെങ്കിലോ ഭയങ്കര പെയ്യല്. കഴിഞ്ഞ അവിടുത്തെ മഴയെ പറ്റി പഴമക്കാർ പറഞ്ഞത് ഞാൻ കേട്ടത് 15 കൊല്ലത്തിനടുക്ക് ഇങ്ങനത്തെ മഴ പെയ്തിട്ടില്ല എന്നാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ വർഷത്തിലുണ്ടായ മഴ എത്ര വട്ടാണ് തോടും പാടും ഒന്നായത്. അതുകൊണ്ട് മഴയുടെ ക്രമം തെറ്റും. പിന്നെ കാശ് വർദ്ധിക്കും. മനുഷ്യന്മാരുടെ കയ്യിൽ ധനം വർദ്ധിക്കും. ശരിയല്ലേ? അറബ് ലോകത്തൊക്കെ ഇന്ന് പണത്തിന്റെ ആധിക്യം എത്രയാണ്? മറ്റൊരു സംഗതി, അടിമ സ്ത്രീ യജമാനനെ പ്രസവിക്കും. അത് ജനാധിപത്യമാണ്, ഡെമോക്രസിയാണ് പറഞ്ഞത്. ഭരണാധികാരിയാണ് ചിലപ്പോ അടിമപ്പെണ്ണിന്റെ മോനായിരിക്കും. പണ്ടത്തെ കാലൊക്കെ പോയി. രാജാവിന്റെ മോൻ വരണം, വലിയ കുടുംബത്തിൽ പറക്കണം, തറവാട്ട് പറക്കണം, അതൊന്നുമില്ല. ഏത് അടിമ സ്ത്രീക്കും പറഞ്ഞാൽ മതി, നേതാവാകാം, ഭരണാധികാരിയാവാം. അതാണ് മോഡേൺ ഡെമോക്രസി, ആധുനിക ജനാധിപത്യം. അത് പുലരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊന്ന്, പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിക്കും. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഇന്ന് നടക്കണമാതിരി തോന്നും. ഇന്ന് പെട്ടെന്നല്ലേ സുഹൃത്തുക്കളെ മരണം? പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിക്കും. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഇന്ന് നടക്കണമാതിരി തോന്നും. ഇന്ന് പെട്ടെന്നല്ലേ സുഹൃത്തുക്കളെ മരണം? ധാർമ്മികമായ കാരണങ്ങൾ മനുഷ്യൻ മൃഗങ്ങളെപ്പോലെ അധപ്പതിക്കും. അധർമ്മകാരികൾ നേതാക്കളാകും. തോന്നിവാസം ചെയ്യുന്നവൻ നേതാക്കളാകും. ചില നേതാക്കന്മാരെ ആളുകൾ ഭയപ്പെടും. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഓല് തെമ്മാടിത്തം കാട്ടുമെന്ന് എഴുതിയിട്ട് മനുഷ്യന്മാരെ പോലെ ബഹുമാനിക്കും. ബഹുമാനം ഉള്ളുന്നുള്ള ബഹുമാനല്ല. ഓനെ ബഹുമാനിക്കാൻ ഞാൻ ഓൻ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഓനെ ബഹുമാനിക്കും എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു. അങ്ങനെയുള്ളൊരു ബഹുമാനം വരും ഖിയാമത്ത് നാൾ വരുമ്പോ. സത്യാസത്യ വിവേചനം വിഷമകരമായി തീരും. ഹക്കേത് ബാത്തിലേത്, സത്യമേത് അസത്യമേത് എന്ന് വിവേചിക്കൽ ബുദ്ധിമുട്ടാകും. കള്ളം പറയൽ വളരെ കൂടുതലാകും. സക്കാത്ത് ഒരു ഭാരമായി തീരും.
സക്കാത്ത് കൊടുക്കൽ മുതലുള്ള ആളുകൾ ഒരു ഭാരമായിട്ട് പരിഗണിക്കാൻ തുടങ്ങും. സത്യവിശ്വാസി അപമാനിതനായി തീരും. ആളുകളെല്ലാവരും കൂടി സത്യത്തിലൂടെ നീങ്ങുന്നവനെ വഷളാക്കാൻ തുടങ്ങും. എത്രത്തോളം എന്നാൽ റസൂല് പറയുകയാണ്, അവൻ മനം നൊന്ത് കഴിയേണ്ടി വരും. മുസ്ലിമീങ്ങൾ ധാരാളം ഉണ്ടാകും, പക്ഷെ അവര് ചപ്പു ചവറ് പോലെയായിരിക്കും. റസൂല് പറയുകയാണ്, യഹൂദ ക്രൈസ്തവരെ എന്റെ സമുദായം പിൻപറ്റാൻ തുടങ്ങും. പിന്നെ പുരുഷന്മാർ പുരുഷന്മാരുമായും സ്ത്രീകൾ സ്ത്രീകളുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങും. അള്ളാഹുവിന്റെ റസൂലിന്റെ ഗണനം 20-ാം നൂറ്റാണ്ടിന് ഏറ്റവും അനുയോജ്യമാണ്. സ്വർഗ സംഭോഗം അത് വർദ്ധിക്കും. ഇത് ഇന്ന് ആധുനിക സംസ്കാരത്തിൽ ഏറ്റവും വർദ്ധിച്ചിരിക്കുകയാണ്. അതുമൂലമുണ്ടാകുന്ന മാനസിക രോഗങ്ങൾ തന്നെ വർദ്ധിച്ചിരിക്കുന്നു. സ്നേഹിതൻ സ്നേഹിതനെ വഞ്ചിക്കും. മസ്ജിദുകൾ ധാരാളം ഉണ്ടാകും, അത് അലങ്കരിക്കപ്പെടും. പക്ഷെ അവിടെ തഖ്വ കൊണ്ട് അത് അലങ്കരിക്കപ്പെടുകയില്ല. മസ്ജിദുകളിൽ വരുന്ന ആളുകൾ കപടന്മാരായിരിക്കും അധികം ആളുകളും. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, അധികം ആളുകൾക്കും ഖൽബിൽ നിഫാഖ് ഉണ്ടാകും. ഖുർആൻ സ്വർണ്ണ മഷിയിൽ അച്ചടിക്കപ്പെടും, പക്ഷേ ഖുർആൻ ഒരിക്കലും അതിന്റെ സ്പിരിറ്റോടുകൂടി നടപ്പിലാക്കപ്പെടുകയില്ല. പണ്ഡിതന്മാര് യഥാർത്ഥ പണ്ഡിതന്മാര് മരണപ്പെട്ടുകൊണ്ടേയിരിക്കും. വേറെ കുറെ പണ്ഡിതന്മാര് ദുഷിച്ചുകൊണ്ടേയിരിക്കും. മറ്റൊരു സംഗതി, ദീനിന്റെ ഇൽമ് നേടുന്നവന്റെ ഉദ്ദേശം ദീനായിരിക്കുകയില്ല. ദീനി ഉലൂമ് നേടുന്നവന്റെ ഉദ്ദേശം ദീനായിരിക്കുകയില്ല. മറ്റു പല ഉദ്ദേശങ്ങളുമായിരിക്കും. പണ്ഡിതന്മാര് ദുഷിക്കും. അവർ ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും വൃത്തികെട്ടവരായി തീരും. നടക്കണ്ടേ ഇതൊക്കെ പുലരണ്ടേ? പിന്നെ നിങ്ങളും ഞാൻ എന്തിനാ അത്ഭുതപ്പെടുന്ന ചിലതൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ സങ്കടപ്പെടാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കാറുണ്ട്. ചില നാട്ടിൽ നിന്നൊക്കെ ദീന് കൈകാര്യം ചെയ്യുന്ന ദീനീയ ഉലൂമുമായി ബന്ധപ്പെട്ടവരുമായി കേൾക്കുന്ന ചില വർത്തമാനങ്ങളും വാർത്തകളും. പക്ഷെ ഇത് പുലരണ്ടേന്ന് എനിക്ക് അപ്പൊ തോന്നും. ഇത് നടക്കണ്ടേ? അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ആകാശത്തിന് താഴെയുള്ള ഏറ്റവും വൃത്തികെട്ടവര്. ഹദീസ് പറയുന്നത് ശർറു മൻ തഹത അദീമിസ് സമാ എന്നാണ്. ആകാശത്തിന് താഴെയുള്ള ഏറ്റവും നികൃഷ്ടരവരായിരിക്കും. ഭാര്യയെ അനുസരിക്കാൻ വേണ്ടി മാതാവിനെ ആട്ടിപ്പുറത്താക്കും. സ്നേഹിതനെ അനുസരിക്കാൻ വേണ്ടി പിതാവിനെയും ആട്ടിപ്പുറത്താക്കും. ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങളാണ്. പിൻഗാമികൾ മുൻഗാമികളെ ശപിക്കാൻ തുടങ്ങും. മുമ്പുള്ളവരൊക്കെ മോശക്കാരായിരുന്നു പറയാൻ തുടങ്ങും. തമ്മാടിത്തത്തിന്റെ പേരിൽ ആളുകൾ ബഹുമാനിക്കപ്പെടാൻ തുടങ്ങും. മദ്യം വർദ്ധിക്കും. മദ്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. മദ്യം വളമ്പാനുള്ള തീരുമാനങ്ങളും വർദ്ധിച്ചുകൊണ്ടേ പോണു. റസൂല് പറയുകയാണ്, മദ്യം വർദ്ധിക്കും. മറ്റൊന്ന് കൊല വർദ്ധിക്കും. എത്രത്തോളം എന്നാൽ റസൂല് പറയുകയാണ്, എന്തിനാണ് താൻ ഒരാളെ കൊല്ലുന്നതെന്ന് കൊലയാളിക്കറിയില്ല. എന്തിനാണ് താൻ കൊല്ലപ്പെട്ടതെന്ന് കൊല്ലപ്പെട്ടവനും അറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കാരണം കൂടാതെ ആരെങ്കിലും ഒരു മനുഷ്യനെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന കൊലയാളിയെ പോലെയാണ്. കാരണം കൂടാതെ ആരെങ്കിലും ഒരു മനുഷ്യനെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന കൊലയാളിയെ പോലെയാണ്. ഖുർആൻ ഓതിക്കൊണ്ട് പറഞ്ഞ റസൂലാണ് ഈ റസൂൽ. കാരണം കൂടാതെ ആരെങ്കിലും എന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു മുസ്ലിമിനെ കൊന്നാൽ എന്നല്ല റസൂല് പറഞ്ഞത്. കാരണം കൂടാതെ ആരെങ്കിലും ഒരു മനുഷ്യനെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന കൊലയാളിയെ പോലെയാണ്.